പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ്, അതുമല്ലെങ്കിൽ വിവിധ ദുരന്ത മുഖങ്ങളെ അതിജീവിക്കുവാനാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ വന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്തുകൊണ്ട് ദൈവ കൃപയെ നോക്കി പാർക്കുന്നത്. ഈ ആരാധനയിലുടനീളം ഈശോയെ നീ തന്നെ അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടി നിബന്ധനകൾ ഏറ്റവും വിശ്വസ്തതാപൂർവം പാലിച്ച് എത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഈ അൾത്താരയിൽ ഉയർത്തപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നാളിതുവരെ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ ദൈവമക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈശോയേ നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല സമൂഹത്തോടൊപ്പം ദൈവമാതാവിനൊപ്പം പ്രാർത്ഥിച്ച സിഹിയോൻ ശാലയിലേക്ക് ആത്മാവിന്റെ അഗ്നി അയച്ചതുപോലെ ഞങ്ങളുടെ ഇടയിലേക്കും ഈശോയെ ദിവ്യകാരുണ്യ ശക്തിയായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിട താടുകളും വീട ആശ്രയിച്ചിട ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവ
ദൈവമാതാവേ 2004 ഡിസംബർ 7 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ, പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം.
കനിയണമേ. ആമേൻ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. എൻ്റെ പേര് ചാൾസ് എം വർഗീസ് എന്നാണ്. ഇതെൻ്റെ ഭാര്യ അജന പോൾ, എൻ്റെ മൂത്ത മകൾ ഡയാന, രണ്ടാമത്തെ മകൾ ക്രിസ്റ്റീന. ഞങ്ങൾ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആദ്യമായി ഉടമ്പടി എടുത്തത് 2025 ഫെബ്രുവരി മാസം 3-ാം തീയതിയാണ്. ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാനാണ് ഉടമ്പടി എടുത്തെങ്കിലും ഞാനും എൻ്റെ ഭാര്യയും ചേർന്നിട്ടാണ് എല്ലാം പ്രാർത്ഥിക്കുമ്പോഴും ഉടമ്പടി എടുക്കാൻ വരുമ്പോഴും ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും നിയോഗങ്ങളായിരുന്നു ഞങ്ങൾ എഴുതിയിരുന്നത്. എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ വിദേശത്ത് പോയി ജോലി ചെയ്യാനോ പഠിക്കാനോ ഒരു അവസരം ലഭിക്കുക. ഇതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ആവശ്യങ്ങളായിരുന്നു ഞങ്ങൾ എഴുതിയിരുന്നത്. അപ്പം എൻ്റെ ഭാര്യയ്ക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നതാണ്. എൻ്റെ അമ്മ മാതാവിനും എൻ്റെ യേശുവപ്പയ്ക്കും 1000 നന്ദി. ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നതിനെ കൃപാസനത്തിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് ഇമേജായിട്ടാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. എന്നാൽ ഞാൻ ആ സമയത്ത് OIT എഴുതിയിട്ട് 5 പ്രാവശ്യം എഴുതിയിട്ടും ലിസണിങ് കിട്ടാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ യൂട്യൂബ് നോക്കി എൻ്റെ മമ്മി വഴിയും കൃപാസനത്തിനെക്കുറിച്ച് എനിക്ക് അറിയാൻ പറ്റി. അന്ന് എൻ്റെ നാട്ടിലെ മിക്കവരും തന്നെ OIT എഴുതിയിരുന്നത് ഈ കൃപാസനത്തിൽ വന്നിട്ടാണെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ പൊക്കോട്ടെ എന്ന് ഞാൻ എൻ്റെ കുടുംബത്തിൽ ചോദിച്ചപ്പോൾ ഇതൊരു കാത്തലിക് സ്ഥാപനമായതുകൊണ്ട് അവിടുത്തെ പള്ളി ആയതുകൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും OIT എഴുതി. അവിടെ എനിക്ക് ലിസണിങ് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നു. ഞാൻ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ലിസണിങ് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതുകൂടാതെ ലൈറ്റിൽ ക്യാൻഡ് പ്രെയർ റിക്വസ്റ്റിൽ ഞാൻ ഈ കാര്യം പറഞ്ഞ് ഞാൻ ഇട്ടു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 7-ാം തവണ ലിസണിങ്, അതുവരെ എനിക്ക് ലിസണിങ് കിട്ടാതിരുന്ന ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് അന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് 7-ാം തവണ എനിക്ക് ലിസണിങ്, അത് OIT ചെയ്തതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് ലിസണിങ് ആണ്. ഇപ്പം അത്രയും നല്ല മാർക്ക് എനിക്ക് തന്ന് എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാനും തുടങ്ങി. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ മാറ്റിവെച്ച് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്, ഞാൻ ഒരു ധൈര്യം വന്ന് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പോവാനും അത് പാസ്സാവാനും എനിക്ക് സാധിച്ചു. ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ ആദ്യം ഞാൻ ഗ്രൗണ്ടിൽ പോകും. എന്നിട്ട് ഞാൻ ആദ്യം കേൾക്കുന്നത് അച്ഛൻ്റെ പ്രസംഗങ്ങളും ആണ് ഞാൻ ആദ്യം കേൾക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രൗണ്ടിൽ പോയി 8 എന്ന രീതിയിലും H എന്ന രീതിയിലും ആ ഗ്രൗണ്ടിൽ ഞാൻ ഉപ്പ് വിതറും. അതുകൂടാതെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് കയറിനേക്കാൾ മുമ്പ് കാറിൽ ഞാൻ ഉപ്പിടും. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. അതുകൂടാതെ ഞാൻ CBT എഴുതാൻ പോയി. CBT എഴുതാൻ പോയപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് CBT കിട്ടി. എൻ്റെ നേഴ്സിംഗ് ജോലിക്കായിട്ട് അന്ന് ഞാൻ വളരെയേറെ സങ്കടപ്പെട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പിറ്റേ ദിവസം അവിടെ ചെന്നപ്പോൾ എനിക്ക് ജോലി, ഒരു ഉച്ച സമയത്ത് ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു നേഴ്സിംഗ് സൂപ്രണ്ട് എന്നോട് പറഞ്ഞു, ഓക്കെ നിനക്ക് ജോലി റെഡിയാണെന്ന് പറഞ്ഞ് എനിക്ക് ജോലി തന്നു. അതുകൂടാതെ ഞങ്ങൾക്ക് ഒത്തിരി, അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളും ഉണ്ടായി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആത്മീയമായിട്ട് ഒത്തിരി വളരുവാൻ സാധിച്ചു. അതുവരെ ഞങ്ങൾ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് തലേദിവസം ശനിയാഴ്ച ഞങ്ങൾ സിനിമ കണ്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും കിടന്നുറങ്ങും. അത് കഴിഞ്ഞിട്ട് 7:30 ആകുമ്പോൾ എണിച്ച് ഞങ്ങൾ ഒരു പള്ളിയുടെ പകുതിയാകുമ്പോൾ, അതായത് എല്ലാവരും ഇരിക്കുന്ന സമയമാകുമ്പോഴത്തേനും ഞങ്ങൾ കയറി 9 മണിയാകുമ്പോഴത്തേനും കയറി ചെല്ലുകയാണ് പതിവ്. അതിൽ നിന്നൊക്കെ ഞങ്ങൾക്കൊരു മാറ്റം വന്നു. ഞങ്ങൾ കുമ്പസാരിച്ച് ശനിയാഴ്ച പോയി കുമ്പസാരിച്ച്, മാസത്തിലൊരിക്കൽ പോയി കുമ്പസാരിക്കും. അത് ശനിയാഴ്ച മാത്രം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ ഞങ്ങൾക്ക് കുമ്പസാരിക്കാൻ അവസരം കിട്ടത്തുള്ളൂ. ആ ശനിയാഴ്ച പോയി കുമ്പസാരിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ പള്ളിയിൽ
കുർബാന തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് അച്ഛനും അമ്മയ്ക്ക് കയറുന്നേക്കാൾ മുമ്പ് കുസോയും പ്രാപിച്ച് ഞങ്ങൾ അങ്ങനെ കുർബാന സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഇടവന്നു. അതുകൂടാതെ ഞങ്ങളെ ഒത്തിരിയേറെ ഞങ്ങൾ ദൈവത്തോട് ഞങ്ങൾക്ക് അടുക്കുവാൻ സാധിച്ചു. ദൈവത്തോട് ഞങ്ങൾ ബൈബിൾ വായന, പ്രാർത്ഥന, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പറയാൻ ഞങ്ങൾ മാതാവുണ്ടെന്നുള്ള ഒരു ധൈര്യത്തോട് ഞങ്ങൾ മുന്നോട്ട് പോയി. ഉടമ്പടിയിൽ പതുക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മാതാവ് വന്നത്. ആദ്യം ഇവിടെ വന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് മാതാവിൽ നിന്ന് അനുഗ്രഹം ഒഴിച്ച് പാസ്സായി. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തോട് ഞങ്ങൾ മാതാവിനൊക്കെയായിട്ട് കൂടുതൽ അടുത്തത് ഞങ്ങൾ പതുക്കെ ഓരോ കാര്യത്തിലൂടെ ദൈവം ഞങ്ങൾ ഒത്തിരിയേറെ വഴി നടത്തി. അത് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഞാൻ പുറത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാൻ ഞാൻ തയ്യാറായി. അങ്ങനെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്തു. സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് മേടിച്ചു. അച്ഛൻ പറഞ്ഞു 60 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യം നടക്കുമെന്ന് പറഞ്ഞു. 60 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യം ശരിയായി. അതിൻ്റെ ഒപ്പം തന്നെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് വേണ്ടി ഞാൻ തയ്യാറെടുത്തിരുന്നു. CGFNS ഒത്തിരിയേറെ പലർക്കും ഒത്തിരി താമസം ഉണ്ടാവുന്നതാണ്. മാതാവ് ഇടപെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് 2 മാസം കൊണ്ട് ഞങ്ങളുടെ CGFNSൻ്റെ കാര്യങ്ങൾ റെഡിയാക്കുവാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വിസ വന്നു. കഴിഞ്ഞ ഈ ജനുവരി 15-ാം തീയതി ഞാൻ IQന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. സാധാരണ എല്ലാ എക്സാമിനും തലേദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. ഞാൻ മൊബൈൽ നോക്കി ആ ഉറക്കക്ഷീണത്തോടു കൂടിയാണ് ഞാൻ ഇതുവരെയുള്ള എല്ലാ എക്സാമും എഴുതിയത്. പക്ഷേ എൻ്റെ IQന് എക്സാമിന് ഞാൻ പോയത് സന്തോഷത്തോടെയായിരുന്നു. ഞാൻ അവിടെ പോയി എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. അതുകൂടാതെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എവിടെയുള്ള എല്ലാവരും പറയണ കേട്ടിട്ടുണ്ട് എക്സാം പാടായി പക്ഷെ ജയിച്ചു എന്ന്. പക്ഷെ എനിക്കത് പോരാ, എനിക്ക് എക്സാം എളുപ്പമാക്കി തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് സമാധാനത്തോടുകൂടി ട്രെയിനിന് തിരിച്ചു പോകണം. ഞാൻ അന്ന് തലേദിവസം ഞാൻ വായിച്ച കാര്യങ്ങളും ട്രെയിനിൽ വെച്ച് ഞാൻ പഠിച്ച കാര്യങ്ങളും അതുകൂടാതെ അന്ന് രാവിലെ പഠിച്ച കാര്യങ്ങളും പല കാര്യങ്ങളും എനിക്ക് ആദ്യമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ രാവിലെ തന്നെ എനിക്കത് കാണുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ എൻ്റെ മക്കളുടെ ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേർക്കുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ 2-3 ക്വസ്റ്റ്യൻസ് വരുവാനും അങ്ങനെ എനിക്ക് എക്സാം വളരെ എളുപ്പമായിട്ട് എനിക്ക് എക്സാം ജയിക്കുവാനും ദൈവം സാഹചര്യം തന്നു. ഞാൻ ഫെബ്രുവരി 4-ാം തീയതി ഞാൻ ന്യൂസിലാൻഡിന് സ്റ്റുഡൻറ്റ് വിസയ്ക്കായിട്ട് പോവുകയാണ്. എൻ്റെ ദൈവം എന്നെ ഒത്തിരിയേറെ അനുഗ്രഹിച്ചു. അത് മാതാവ് എന്നെ സഹായിച്ചു. ഇന്ന് എനിക്കൊരു കാര്യം വേണമെങ്കിൽ എനിക്ക് വേറെ ആർക്കുടെ അടുത്തും പറയണ്ട, എനിക്ക് എൻ്റെ റൂമിൽ മുട്ടുകുത്തി നിന്നാൽ മതി, എനിക്ക് മാതാവ് എന്നെ സഹായിക്കും, എനിക്ക് ഉത്തരം തരും. അതുപോലെ ഈ കഴിഞ്ഞ ജനുവരിയിൽ എനിക്ക് വണ്ടിയിൽ കട്ടറി ചാടി എനിക്ക് നല്ല നടുവേദന ഉണ്ടായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഈ നടുവേദന വെച്ച് ഞാൻ എങ്ങനെ ന്യൂസിലാൻഡിന് പോകുമെന്ന്. ഒരാഴ്ചയായിട്ട് എനിക്ക് കണ്ടിന്യൂസ് നടുവേദനയായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ ജനുവരിയിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഈ നടുവേദനയുടെ കാര്യം പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് അച്ഛൻ്റെ പ്രസംഗത്തിൻ്റെ സമയത്ത് മുട്ടുകുത്തി നിന്നപ്പോൾ എനിക്ക് ഭയങ്കര നടുവേദന എടുത്തു. ഞാൻ അപ്പോഴും കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ ബസ്സിൽ വന്നപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ ബസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇനിയും വേദന കൂടുമല്ലോ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് ഒത്തിരി പറഞ്ഞു എനിക്ക് ഈ നടുവേദന മാറണമെന്ന്. പിറ്റേ ദിവസം ഞാൻ വീട്ടിലിരുന്നപ്പോൾ വീണ്ടും എനിക്ക് നടുവേദന വന്നു. ഞാൻ റൂമിലിരുന്ന് ബൈബിൾ വായിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. മാതാവ് എനിക്ക് ഉത്തരം നൽകി. അതേ പിന്നെ ഇന്ന് വരെ എനിക്ക് ആ നടുവേദന ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ചെറുപ്പം തൊട്ടേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് കുടുംബമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബത്തുമായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കണമെന്ന്. അതെനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അതുപോലെ എപ്പോൾ വേണമെങ്കിൽ എനിക്ക് മാതാവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കുഞ്ഞുനാൾ തൊട്ട് ഞാൻ ബൈബിൾ വായിക്കും. എൻ്റെ പപ്പയുടെ അമ്മ ഞാൻ എണീച്ച് വരുമ്പോൾ തൊട്ട് ബൈബിൾ എൻ്റെ കൈകളിൽ തരും. ഒരു കണ്ണ് അടച്ചു പിടിച്ചു നോക്കിയാണ് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത്. അതുകൂടാതെ പില്ലോ പുറത്ത് സപ്പോർട്ട് കൊടുത്ത്
സമാധാനത്തോടെ ഇരുന്ന് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ നടുവേദന വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ ഇനി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചോളാം, ബൈബിൾ ഞാൻ നിലത്തിരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന്. അത് പിന്നെ എനിക്ക് നടുവേദന ഉണ്ടായിട്ടില്ല. അതുപോലെ ഞങ്ങളുടെ കുമ്പസാരമോ ഞങ്ങളുടെ കുർബാനയോ വളരെ ഞങ്ങൾക്ക് വർഷത്തിലൊരിക്കൽ കുമ്പസാരിച്ച് കുർബാനയൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കറക്റ്റ് സമയത്ത് പോയിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞത് തൊട്ട് ഞങ്ങൾ കറക്റ്റായിട്ട് പോകാറുണ്ടായിരുന്നില്ല. അതായത് ഞങ്ങൾ പകുതി എത്തുമ്പോഴാണ് പോകാറുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഒത്തിരിയേറെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നത് കുമ്പസാരമാണ്. ഇപ്പം എനിക്ക് ഏറ്റവും ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് തോന്നുന്നത് എൻ്റെ കുമ്പസാരമാണ്. ഞാൻ എന്നും ഏത് എക്സാം എഴുതാൻ പോണേക്കാൾ മുമ്പ് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് കുർബാന അനുഭവിച്ചതിന് ശേഷം ഞാൻ പോയി എക്സാമോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ വന്നാലും ഞാൻ പോകുന്നത് കുമ്പസാരമാണ്. ഇപ്പം ഞങ്ങൾ മാസത്തിന് കുടുംബമായിട്ട് ഞങ്ങൾ 4 പേരും പോയി ഞങ്ങൾ കുമ്പസാരിക്കാറുണ്ട്, കുമ്പസാരിച്ച് കുർബാന കൊള്ളാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും എൻ്റെ യേശു അപ്പയ്ക്കും നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങളിവിടുന്ന് പത്രം വാങ്ങാറുണ്ട്. വാങ്ങിയ പത്രം ഇതുപോലെ നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാറാണ് പതിവ്. ആദ്യകാലങ്ങളിലൊക്കെ പത്രം കൊടുക്കാനും ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ പിന്നെ ആയപ്പോൾ ഓരോ പുതുക്കൽ കഴിയുന്തോറും നമുക്ക് പത്രം കൊടുക്കാൻ ഒരു ഉത്സാഹമാണ്. ഇവിടെ വന്നു തിരിച്ച് ആലുവ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാനും എൻ്റെ ഭാര്യയും 2 റൂട്ടിലായിട്ട് നടക്കും, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. ഒരു റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നടക്കും. ഞങ്ങൾ ഒന്ന് അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും കയ്യിലുള്ള പത്രം മൊത്തം തീരും. അതുപോലെ തന്നെ പത്രം കൊടുക്കുന്ന സമയത്ത് നമ്മളെ ആൾക്കാരൊക്കെ ചിലപ്പോൾ ചീത്ത പറയാറുണ്ട്. അപ്പം ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോൾ ഓരോ പ്രാവശ്യം ചീത്ത പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്, ദൈവം ഇതെല്ലാം കരുതിയിട്ടുണ്ടല്ലോ നമുക്ക് വേണ്ടിയിട്ട് എന്ന്. അതുപോലെ തന്നെ നമ്മുടെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവിടെ പെരുമ്പാവൂർ കൊയിനോണിയ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ ഒരു സ്കൂളാണ്. അപ്പം അവിടെ ഒരു നേരത്തെ ആഹാരം നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബീസ് തൊട്ട് 17 വയസ്സ് വരെയുള്ള കുട്ടികൾ താമസിക്കുന്ന ഒരു ശിശുഭവൻ. അപ്പം അവിടെ ഞങ്ങളുടെ സാലറിയുടെ ഒരു 0.5 ഞങ്ങൾ എല്ലാ പ്രാവശ്യവും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അഖണ്ഡ ജപമാല റാലിക്ക് വന്നപ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചു. ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും യേശു അപ്പയ്ക്കും 1000 നന്ദി. അതുപോലെ തന്നെ ഇനിയും ഞാനും എൻ്റെ കുടുംബവും മരണത്തോളം ഉടമ്പടിയിൽ ജീവിക്കും. Praise the Lord. My name is Jolly Raphael. I am from Thane, Mumbai. I have taken my first covenant in the year 2023. Coming to Kripasanam itself is a great miracle. It was in the year 2023 that we had planned some holiday, and my husband's aunt came home, and she was talking about Kripasanam and the miracles over here. I very much wanted to be coming to Kripasanam one day, but when I told my husband about it, he said, May holidays is very difficult to get the tickets, and so we turned down the plan. After 2 days, we got a call from the airlines wherein they told us that our flight is delayed by 12 hours, and due to technical issues, there could be even more delay. So the 3 p.m. flight has become 3 a.m. and it was very difficult for us to travel all the way at 3 o'clock in the morning. So again we thought of the plan, and we tried to see how we could come to Kripasanam. And as Father Joseph always says, it's Mother Mary's call. And somehow everything fell into place. The tickets were arranged, and we came to Kripasanam. The moment we came to Kripasanam, it was a huge crowd, and I am not very well versed with Malayalam. I understand Malayalam. I hear Father's retreat, but asking all the aunties, the chechis, how to go about it, they read for me the Malayalam script, and I have taken the first covenant in the year 2023.
After that, I have come here more than 7 times. We have prayed here with my family, and I have renewed my covenant. I have been prayerful ever since. In the year 2022, I had a health issue wherein I missed my period. My friends told me it's normal, you're in your mid-40s. But something told me I need to go to a doctor. And that something is definitely God's plan. I went to the doctor. The gynec told me your uterus looks slight bulky. You have to go in for a sonography. When the sonography happened, it was not very good. There was a growth which was there. The person who was taking the sonography told you need to urgently take this matter to the doctor. Within 4 to 5 days, I was operated. I had an open surgery, panhysterectomy. It was painful. The recovery was painful. I went through the treatment. And after 3 months, again, the doctor told me get a scan. The scan was showing again some nodules, which was again something bad. The doctor told me that you will have to again go through a surgery. So the surgery, first surgery was painful. The second surgery, thinking of that only, I was shivering. We went to the surgeon. He said, we have to get a PET scan first. So that was again a doubt for cancer again. So we were again, I prayed, I really prayed. I prayed to God saying that everything in my body is just clear. I went for my scan and miraculously the nodules have disappeared. The PET scan is normal, there is no scan, and ever since then, 3 months, 6 months, I've been going for my regular scans. I hold the Udambadi, the covenant Kashirubam, the medal in my hand. I say the prayer every time I enter into the scan room. It is miraculous. Even now, I have been through my tests on 15th of Jan. I spoke to Mother Mary and I said, I will come and I will surely give for all the mercies that she has shown on me. I thank Mother Mary. My house has also become prayerful. My children, my husband himself has taken an Udambadi and the covenant. And we have received God's blessings. From myself, I have also helped my colleagues. I have my colleague whose husband was suffering from bypass. I went before that, I put holy oil on his forehead. I have given them the prayer book. I have given my few colleagues the prayer book. And miracles have worked for them. They have also started believing. I have changed as a person. I have more into prayer. I believe that all what I am standing over here is only because of Mother Mary. My children, they are not here today, but then whenever they are here, they come, make it a point to come here. They sit for those hours that I take a renewal, and they themselves are very much into prayer. I do my acts of charity. We have our an orphanage, which is a girls' orphanage, where we distribute supplies, food, sugar, any supplies in terms of bed sheets, umbrellas, in whatever way that I can helpful, blankets we have given to the poor at the Signal and the other places. Talking about distributing and proclaiming the word of God, I have also given the newsletters. I have given it to my own institution. I have go into various churches, and I have given there in Mumbai. My brother who is in the UK, he has also taken, when he was here, I have given him a bundle to distribute over there in the UK. And when I was there in the US last month, 2 months back, I have also taken and I have gone to the churches and I have visited. So this is my way of proclaiming what Mother Mary has done for me. And I continue to be indebted to Mother Mary for all that she has done. Thank you so much, Mother Mary.